ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കോളർഷിപ്പിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്കോളർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഇത് വന്നു. അതായത് ഉച്ചാരണ സ്ഥാനങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് നല്ലോണം പഠിക്കാൻ നേരത്തെ ക്ലാസ് എടുത്തത് കൊണ്ട് അതെല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓരോ അക്ഷരത്തിൻ്റെ ഉച്ചാരണ സ്ഥാനം എവിടെയാണെന്ന്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിക്ചർ കൊടുക്കും, പടം കൊടുത്തിട്ട് അതിൻ്റെ സംസ്കൃതത്തിൽ എന്ത് പറയും എന്ന് എഴുതാൻ. ഉദാഹരണമായിട്ട് ക്യാമൽ, ഒട്ടകത്തിന് എന്താ സംസ്കൃതത്തിൽ പറയുന്നത്? ഉഷ്ട്രഹ എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും ഉഷ്ട്രഹ എന്ന് എഴുതണം. ഇതുപോലെ കുറേ പടങ്ങൾ കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. നിങ്ങൾക്ക് വേണം എന്നെങ്കിൽ ഞാൻ അത് ഒരു ദിവസം അത് ക്ലാസ് എടുക്കാം. അപ്പോൾ ഇനി അടുത്ത് വരുന്നത് നോക്കിക്കോളൂ. നിർദ്ദിഷ്ടാനി രൂപാണി ലിഖത. നിർദ്ദിഷ്ടാനി രൂപാണി, നിർദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന രൂപാണി, രൂപങ്ങൾ, രൂപം രൂപേ രൂപാണി ലിഖത എഴുതൂ എന്നാണ്. എന്താ ഒന്നാമത്തത്? ബാലക് ശബ്ദ തൃതീയ വിഭക്തി. ഈ ബാലക് എന്നുള്ള ശബ്ദത്തിൻ്റെ തൃതീയ വിഭക്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തൃതീയ എങ്ങനെ വരും? ബാലകഹ, ബാലകൗ, ബാലകഹ ആണല്ലേ. അതിൻ്റെ തൃതീയ വരുന്നത് എങ്ങനെയാണ്? ബാലകേന, ബാലകാഭ്യാം, ബാലകൈഹി. ഇതാണ് നിങ്ങൾ എഴുതേണ്ടുന്നത്. ബാലകേന, ബാലകാഭ്യാം, ബാലകൈ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എഴുതണം. ഇനി ഇതിനകത്ത് ബാലശബ്ദമാണെങ്കിൽ അപ്പം ബാലേന, ബാലാഭ്യാം, ബാലൈഹി എന്ന് വരും. രാമശബ്ദമാണെങ്കിലോ രാമേണ. ആ നായും വ്യത്യാസം വരുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമേണ, രാമാഭ്യാം, രാമൈഹി. അടുത്ത നോക്കിക്കോളൂ. രമാശബ്ദ. രമ സ്ത്രീലിംഗ ശബ്ദമാണല്ലേ. രമാശബ്ദ ദ്വിതീയ വിഭക്തിയാണ് എഴുതേണ്ടത്. ദ്വിതീയ വിഭക്തി എങ്ങനെ? രമാം, രമേ, രമാഹയാണ്. അതിൻ്റെ പ്രഥമ വിഭക്തി എങ്ങനെ വരും? രമാ, രമേ, രമാഹ. പക്ഷേ ദ്വിതീയ വന്നപ്പോൾ രമാം. ബാക്കി രണ്ടും അതുപോലെ തന്നെ. രമാം, രമേ, രമാഹ. ഇത് സ്ത്രീലിംഗമായതുകൊണ്ട്. അടുത്തത് പതിശബ്ദ. പഞ്ചമി, പതി പുല്ലിംഗ ശബ്ദമാണ് പതിശബ്ദ. അത് പഞ്ചമി വിഭക്തിയിലാണ് എഴുതേണ്ടുന്നത്. പഞ്ചമി എങ്ങനെ വരും? പതയഹയാണ് പ്രഥമ വരുന്നത്. പഞ്ചമി വന്നപ്പോൾ പത്യുഹു, പതിഭ്യാം, പതിഭ്യഃ. പത്യുഹു, പതിഭ്യാം, പതിഭ്യഃ. അടുത്തത് നദീശബ്ദ. നദി സ്ത്രീലിംഗ ശബ്ദമാണ്. നദീശബ്ദ പ്രഥമ വിഭക്തിയാണ് എഴുതേണ്ടുന്നത്. എന്താ? നദീ, നദ്യൗ, നദ്യഃ. നദീ, നദ്യൗ, നദ്യഃ. ഇങ്ങനെ എഴുതണം. ഇനി അടുത്തത് നോക്കിക്കോളൂ. അഞ്ചാമത്തത് ഗുരുശബ്ദ തൃതീയ. ഗുരുശബ്ദ. ഗുരു എന്ന് പറഞ്ഞാൽ ഊകാരാന്തമാണല്ലേ. ഗുരുഹു, ഗുരു, ഗുരവഹയാണ് പ്രഥമ വിഭക്തി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തൃതീയ വിഭക്തിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഗുരുണ, ഗുരുഭ്യാം, ഗുരുഭിഹി. ഗുരുണ, ഗുരുഭ്യാം, ഗുരുഭിഹി. അടുത്തത് പിതൃശബ്ദ. അത് പുല്ലിംഗമാണ്. പിതൃശബ്ദ ചതുർത്ഥി വരും. പിതൃശബ്ദത്തിൻ്റെ പ്രഥമ എങ്ങനെ വരും? പിതാ, പിതരൗ, പിതരഃ. ഇനി ചതുർത്ഥി വരുമ്പോൾ പിത്രേ, പിതൃഭ്യാം, പിതൃഭ്യഃ. പിത്രേ, പിതൃഭ്യാം, പിതൃഭ്യഃ. ഈ ഋകാരാന്തത്തിലുള്ള എല്ലാ പുല്ലിംഗ ശബ്ദങ്ങളും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത സർവനാമ ശബ്ദങ്ങൾ. സർവനാമ പദങ്ങൾ എങ്ങനെ വരും? ഏതത്ത് ശബ്ദ. ഇതെന്നുള്ള അർത്ഥത്തിൽ ഏതത്ത് ശബ്ദ സ്ത്രീലിംഗമാണ്. അതിൻ്റെ തൃതീയാണ് എഴുതേണ്ടത്. ഏതത്ത് ശബ്ദ സ്ത്രീലിംഗ, അതിൻ്റെ തൃതീയ. പിന്നെ പുല്ലിംഗം എങ്ങനെ വരും? പുല്ലിംഗം വരുമ്പോൾ ഏഷഹ, ഏതോ, ഏതേ എന്നാണ്. ഇവിടെ സ്ത്രീലിംഗം വരുമ്പം പ്രഥമ എങ്ങനെ വരും? ഏഷാ, ഏതേ, ഏതാഹ. ഇനി അതിൻ്റെ തൃതീയ എങ്ങനെ വരുന്നു? ഏതയാ, ഏതാഭ്യാം, ഏതാഭിഹി. ഏതയാ, ഏതാഭ്യാം, ഏതാഭിഹി. അപ്പോൾ ഇങ്ങനെ സർവനാമ ശബ്ദം നേരത്തെ പറഞ്ഞ പല ശബ്ദങ്ങളും നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്തു വെച്ച് ഇതുപോലെ എല്ലാം മനസ്സിലാക്കിയെടുക്കുക. നല്ലോണം ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലോണം എഴുതാൻ സാധിക്കും. അടുത്ത നോക്കിക്കോളൂ. എട്ടാമത്തത് അസ്മത് ശബ്ദ സപ്തമി. അസ്മത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ സർവനാമ ശബ്ദമാണല്ലേ. അസ്മത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 3 ലിംഗത്തിലും ഒന്ന് തന്നെ ഉള്ളൂ, ഒരുപോലെയുള്ള. അത് സ്ത്രീലിംഗം, പുല്ലിംഗം, നംസലിംഗം എന്നില്ല. അസ്മത് അതിൻ്റെ പ്രഥമ എങ്ങനെ വരും? അഹം, ആവാം, വയം. അഹം ഞാൻ എന്നുള്ള അർത്ഥം. ഞാൻ, ഞങ്ങൾ രണ്ടുപേർ, ഞങ്ങളെല്ലാവരും. അഹം, ആവാം, വയം. അപ്പോൾ അതിൻ്റെ അസ്മത് ശബ്ദ സപ്തമി എങ്ങനെ വരും? മയി, ആവയോഹു, അസ്മാസു.
മയി, ആവയോഹോ, അസ്മാസോ, ഏത് ലിംഗമാണെങ്കിലും ഇത് തന്നെയാണ് വരുന്നത്. അടുത്തത് യുഷ്മത് ശബ്ദ. യുഷ്മത് ശബ്ദം എന്ന് പറയുമ്പോൾ നീ എന്നുള്ള അർത്ഥം അല്ലേ. അതും ഇതുപോലെയാണ്, സർവനാമമാണ്. പക്ഷേ അത് 3 ലിംഗത്തിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്, പ്രത്യേകിച്ച് മാറ്റമില്ല. ഞാൻ ഇപ്പം മറ്റുള്ള പദങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, സ്ത്രീലിംഗം, പുല്ലിംഗം, നംസലിംഗമൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെയല്ല. യുഷ്മത് ശബ്ദ ചതുർത്ഥിയാണ്. യുഷ്മത് ശബ്ദത്തിൻ്റെ പ്രഥമ എങ്ങനെ വരും? ത്വം, യുവാം, യൂയം. അപ്പോൾ ഇതിൻ്റെ യുഷ്മത് ശബ്ദത്തിൻ്റെ ചതുർത്ഥി വരുമ്പോൾ തുഭ്യം, യുവാഭ്യാം, യുഷ്മഭ്യം. തുഭ്യം, യുവാഭ്യാം, യുഷ്മഭ്യം. ഇനി അടുത്തിൽ കിം ശബ്ദം, അതൊരു സർവനാമ ശബ്ദമാണ്. കിം എന്താന്നുള്ള അർത്ഥത്തിൽ. കിം ശബ്ദത്തിന് അതിൻ്റെ പുല്ലിംഗം എങ്ങനെ വരും? കഹ, കൗ, കെ പ്രഥമ വരുന്നത്. കഹ, കൗ, കെ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ത്രീലിംഗമാണ്, അതിൻ്റെ തൃതീയാണ്. അപ്പോൾ സ്ത്രീലിംഗത്തിൻ്റെ പ്രഥമ എങ്ങനെ വരും? കാ, കേ, കാഹ. ഇനി അത് ചോദിച്ചിരിക്കുന്നത് തൃതീയാണ്. തൃതീയ വരുമ്പോൾ കയാ, കാഭ്യാം, കാഭി. കയാ, കാഭ്യാം, കാഭി, ആരാൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾ കുറേ കണ്ടുപിടിക്കുക. ഈ സ്കോളർഷിപ്പിന് എഴുതാൻ പോകുന്നവർ ഇതുപോലുള്ളത് കുറേ കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം ഇതുപോലെ 3ാമത്തെ വേറൊരു ചോദ്യമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.